വിശദമായ വാർത്തകളിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിൽ. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സിബിഐ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, നാളുകളായി നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഒടുവിൽ മദ്യനയ അഴിമതി കേസിൽ സിസോദിയ അറസ്റ്റിലായിരിക്കുന്നു. ഈ എതിർക്കുന്നവരെ പൂട്ടാനുള്ള ഒരു വഴിയായി ഇത്തരം ഏജൻസികളെ ആരോപിക്കുകയാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആം ആദ്മി ആരോപിക്കുന്നത്. വിശദാംശങ്ങൾ. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ കഴിഞ്ഞ ഫെബ്രുവരി 19 ആദ്യമായി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. പക്ഷേ അത് ഈ ബജറ്റ് അതിനു മുന്നേ ഈ FIR ഇടുന്നതിന് മുന്നേ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഈ 19 അദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോൾ ഡൽഹിയിലെ ഈ ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. പിന്നീട് അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് സാവകാശം നൽകുകയും ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്തത്. ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മനീഷ് സിസോദിയ പൂർണ്ണമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നിസ്സഹകരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അതിനകത്തുനിന്നുള്ള സോഴ്സുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പൂർണ്ണമായും ഈ ചോദ്യം ചെയ്യലിനോട് നിസ്സഹരിച്ച സിസോദിയെ പിന്നീട് CBI അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 8 മണിക്കൂറോളം അദ്ദേഹത്തിൽ നിന്ന് ചില വിശദാംശങ്ങൾ ആരായാൻ ശ്രമം നടത്തിയിരുന്നു. പല ഫോണുകൾ രേഖകളും ഒക്കെ CBI ഇത് സംബന്ധിച്ച് നേരത്തെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മനീഷ് സിസോദിയ തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. രാവിലെ വളരെ നാടകീയമായാണ് മനീഷ് സിസോദിയ CBI ചോദ്യം ചെയ്യലിന് എത്തിയത്. വലിയ ഒരു പ്രകടനമായി ആണ് അവിടെ എത്തിച്ചേർന്നത്. പിന്നീട് അതിന് പുറത്ത് ഈ AAP പ്രവർത്തകർ തമ്പടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് പോലീസിന് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടി വന്നു. 50ഓളം പ്രവർത്തകരെ അവിടെ അറസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഈ നിയമലംഘനം അവിടെ CRPC 144 പ്രഖ്യാപിച്ചിരുന്നു. അത് ലംഘിച്ച 42 ആളുകളും 8 സ്ത്രീകളും ഉൾപ്പെടെ 50 പേരെ അവിടെ ഡീറ്റെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം, അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം മനു, എന്തായാലും ഇപ്പോൾ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനിയും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനല്ലേ ആം ആദ്മിയുടെ തീരുമാനം? ആം ആദ്മി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് കറുത്ത ദിനമാണ് എന്നാണ് ആം ആദ്മി വ്യക്തമാക്കുന്നത്. പക്ഷേ ഏതായാലും CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇത് സംബന്ധിച്ച്, ഈ അഴിമതി സംബന്ധിച്ച് അവർക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. പല ടെലിഫോൺ രേഖകളും ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. 100 കോടി രൂപയുടെ ഒരു അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് നടന്നതിന്റെ രേഖകൾ കൃത്യമായി ഉണ്ട് എന്നൊക്കെയാണ് CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഏതായാലും ആം ആദ്മി പാർട്ടി ഇത് രാഷ്ട്രീയ ലാക്കോടുകൂടി നടത്തുന്ന ഒരു നീക്കമായാണ് വിലയിരുത്തുന്നത്. കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ AAP, കോൺഗ്രസിനേക്കാൾ AAP ആണ് BJP ഭയക്കുന്നത് എന്നാണ് ഇപ്പോൾ അവരുടെ പ്രതിനിധികൾ, അതിഷി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. BJP ആകട്ടെ അദ്ദേഹത്തിന് ഇതിൽ കാര്യമായ പങ്കുണ്ട് എന്നതാണ് BJPയുടെ ആരോപണം. ഏതായാലും ഡൽഹിയിലെ 2021-22 മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് FIR. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലായിരിക്കുന്നു. കടുത്ത പ്രതിഷേധത്തിലേക്ക് ബ്ലാക്ക് ഡേ ആയി ആചരിക്കാൻ ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ശക്തമായ തെളിവുകൾ സിസോദിയയ്ക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് CBI പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പ്രവാസിയായ കാമുകനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. യുവാവിനെ യുവതിയും സംഘവും തട്ടിക്കൊണ്ടുപോയ ചിറയൻകീഴിലെ റിസോർട്ടിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 2 ദിവസമാണ് ചിറയൻകീഴിലെ റിസോർട്ടിൽ മുഹീദ്ദീൻ അബ്ദുൾ ഖാദറിനെ കെട്ടിയിട്ടത്.
വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇന്ന് ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണിത്. ഈ കാമുകനെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ മർദ്ദിച്ചു എന്നുള്ള പരാതി, എന്തായാലും ആ പരാതി തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് കരുതുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. ഇന്ന് തന്നെ പ്രതികളെ വലിയതുറ പോലീസ് റിമാൻഡ് ആക്കിയിരുന്നു. അതായത് കോടതിയിൽ ഹാജരാക്കുകയും 7 പേരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ, അതായത് ഗൾഫിൽ നിന്ന് കാമുകനെ വിളിച്ചു വരുത്തുകയും പിന്നീട് വിവാഹാഭ്യർത്ഥന നിരസിച്ചുവെന്നാണ് ഈ യുവതിയും ബന്ധുക്കളും പറയുന്നത്. ഏതായിരുന്നാലും ഇവർക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനെതിരെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഈ തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ മർദ്ദന ദിവസം 2 ദിവസമാണ് മർദ്ദിച്ചത്. ഇതിൽ ഇങ്ങനെ ഈ സെലോ ടേപ്പ് കൊണ്ട് വായ് മൂടിക്കെട്ടുകയും അതോടൊപ്പം തന്നെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. റിസോർട്ടിലാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് 8 പേരുണ്ടായിരുന്നു. ഇതിൽ പലരും മാറി മാറി മർദ്ദിച്ചു. 15.5 ലക്ഷം രൂപ യുവാവിൽ നിന്ന് വാങ്ങിയെടുക്കുകയും 5 പവൻ സ്വർണം സ്വന്തമാക്കുകയും ചെയ്തു. 2 വില കൂടിയ മൊബൈൽ ഫോണുകളും യുവതിയും യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകളും പിടിച്ചു വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ചിറയൻകീഴിൽ ഈ 2 ദിവസത്തെ മർദ്ദനത്തിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിന് മുന്നിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അവിടെയാണ് വലിയതുറ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഈ കേസ് എടുക്കുകയും ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. പ്രതികളെ ഇന്ന് രാവിലെ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനുൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് അവരെ കോടതിയിൽ ഹാജരാക്കിയത്. ഈ പ്രതികളെല്ലാം തന്നെ റിമാൻഡിലാണ്. ഒരാളാണ് ഇനി പിടിയിലാകാനുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുമ്പോഴായിരുന്നു യുവതിയും ഈ തമിഴ്നാട് സ്വദേശിയായ യുവാവും തമ്മിൽ അടുപ്പത്തിലായത്. അതിനുശേഷം പലപ്പോഴായി യുവതിയുടെ കുടുംബം പണം വാങ്ങിയിരുന്നുവെന്ന പരാതി കൂടി യുവാവ് പോലീസിന് നൽകി. വിനോദ്, ഇത്തരത്തിൽ വിവാഹ അഭ്യർത്ഥന ഈ യുവതി നടത്തുകയും അത് നിരസിച്ചതിന്റെ പ്രതികാരമാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കാനുണ്ടായ കാരണം എന്നാണോ ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ യുവാവ് പോലീസിനോട് പറഞ്ഞിട്ടുള്ള മൊഴി, അതായത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന കാര്യം യുവാവ് തന്നെ പോലീസിനോട്, വലിയതുറ പോലീസിനോട്, ശംഖുമുഖം AC ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം യുവാവിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ചില സാമ്പത്തിക ഇടപാടുകൾ, വിദേശത്ത് സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപവും ഉണ്ടായിരുന്ന ആളാണ്. അത്യാവശ്യം സാമ്പത്തികമായി തന്നെ അവിടെ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ് ഈ യുവാവ്. യുവതിയാകട്ടെ ഈ യുവാവുമായി അവിടെ ഉണ്ടായിരുന്ന ഒരു സൗഹൃദം, ആ സൗഹൃദത്തിന്റെ പേരിൽ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവിടേക്ക് എത്തിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 ദിവസം മുമ്പ് എത്തിയ ശേഷം ഈ യുവതിയും 7 ആളുകളും ചേർന്ന്, ബന്ധുക്കളായ 7 പേരും ചേർന്ന് ചിറയൻകീഴിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു റിസോർട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് ഈ വായ് മൂടിക്കെട്ടി മർദ്ദിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്, കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇങ്ങനെ ക്രൂരമായി കെട്ടിയിടുകയും പണം ഉൾപ്പെടെ, അതായത് 15.5 ലക്ഷം രൂപ, കൃത്യമായി പറഞ്ഞാൽ 15,70,000 രൂപ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുകയും പിന്നീട് 2 വില കൂടിയ മൊബൈൽ ഫോണുകൾ അത് തട്ടിയെടുക്കുകയും 5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇത് വാങ്ങിയെടുക്കുകയും ചെയ്തു. പിന്നീട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരികെ കൊണ്ടുവിടുകയായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽ പെടുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ വിശദമായി ചോദിച്ചപ്പോൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന വിവരം പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതി സ്വീകരിച്ചു. തമിഴ്നാട്ടിലെ തക്കലയിലാണ് ഇയാളുടെ സ്വദേശം. അവിടെ പോയി ചികിത്സ നേടിയിട്ടുണ്ട്. പരാതിക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് പോയി. പക്ഷേ വലിയതുറ പോലീസ് ഇവിടെ അന്വേഷണം നടത്തുകയും ഈ പ്രതികളെ കൃത്യമായി പിടികൂടുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോയതിനുള്ള വകുപ്പുകളും ഗൂഢാലോചന ശ്രമത്തിനുള്ള അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്കുള്ള 150B ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആര്യ, വിനോദ് സൂചിപ്പിച്ച ഈ 15.5 ലക്ഷം രൂപ അത് ഈ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൈപ്പറ്റിയതാണോ അതോ പല ഘട്ടങ്ങളിലായി ഈ യുവതി കൈക്കലാക്കിയതാണോ? ഈ സ്വർണ്ണാഭരണങ്ങളും ഫോണും എല്ലാം യുവാവ് ഇവിടെ എത്തുമ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയാണ്. 11 ലക്ഷം രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. ഇതിൽ 4,70,000 രൂപ പിന്നീട് പലരിൽ നിന്നായി, അതായത് ഇവിടേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ട് മർദ്ദിക്കുകയും കൂടുതൽ പണം 1 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ കയ്യിലുണ്ടായിരുന്ന കാശിന് പുറമെ പലരിൽ നിന്നായി കടം വാങ്ങി, ഓൺലൈൻ വഴിയാണ് അങ്ങനെ കടം വാങ്ങിയും ഈ യുവതി പറഞ്ഞ അക്കൗണ്ടിലേക്ക് പണം നൽകി എന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. 15,70,000 രൂപ അങ്ങനെയാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇതിന്റെ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്.
മറ്റൊരു കാര്യം, വില കൂടിയ 2 മൊബൈൽ ഫോണുകളാണ്. ഈ 2 മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് പിടിച്ചു വാങ്ങുകയായിരുന്നു. പിന്നെ 5 പവൻ സ്വർണ്ണാഭരണം. ഇങ്ങനെ കൈവശമുണ്ടായിരുന്ന സ്വർണവും മൊബൈലും അതോടൊപ്പം സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയ തുകയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തുകയും ഇതെല്ലാം ചേർത്താണ് തട്ടിയെടുത്തത്. അതിനുശേഷം ഇരുചക്ര വാഹനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തിരികെ കൊണ്ടാക്കുകയായിരുന്നു. അവിടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും കേസെടുക്കുകയുമായിരുന്നു. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പ്രവാസിയായ കാമുകനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും ചാറ്റ് സന്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ ചുരുളുകൾ അഴിക്കാനാകുമെന്നാണ് ഇഡിയുടെ പ്രതീക്ഷ. റെഡ് ക്രിസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.50 കോടിയാണ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കുമായി കോഴ നൽകിയിരിക്കുന്നത്. M ശിവശങ്കറിന് പുറമെ അത് ആർക്കെല്ലാം വിതരണം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ രവീന്ദ്രന് അറിയാനാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെ രവീന്ദ്രനെ 2-3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും ഇഡി ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണിയോടെ കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. M ശിവശങ്കറിനെ 9 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും വിലപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മറ്റൊരു ശക്തനായ ആളെ വിളിച്ചു വരുത്തുന്നത്. ക്ലിഫ് ഹൌസിൽ നടന്ന ചർച്ചയിൽ CM രവീന്ദ്രൻ പങ്കെടുത്തിരുന്നു എന്നും അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുമാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. CM രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള അടുപ്പം വെളിവാക്കുന്ന ചാറ്റുകളും ലൈംഗിക ചുവലയുള്ള ചാറ്റുകളും പുറത്തുവന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷനിൽ അഴിമതിയില്ലെന്നും സർക്കാരിന് ലൈഫ് മിഷനിൽ നഷ്ടമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPMന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ആളെ കൊണ്ടുവരുന്നതിൽ തെറ്റ് കാണുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലൈഫ് മിഷന് ഒരു സംഭവം നടന്നിട്ടില്ല. ലൈഫ് മിഷൻ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്രാവശ്യവും ലക്ഷക്കണക്കിന് ആൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെയുള്ളതല്ലേ, ആ തർക്കം തീർന്നോട്ടെ. ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. ഗവൺമെന്റിന്റെ ഒരു പൈസയും അതിന്റെ ഭാഗമായിട്ടില്ല. അതെല്ലാം പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചോട്ടെ. അതിൽ ആർക്കെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ആർക്കാണോ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. ഇഡി അന്വേഷണം അവസാനിച്ചു എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഏതറ്റം വരെയും പോയി കുറ്റക്കാരെ കണ്ടെത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരത്തെ തന്നെ അന്വേഷണം എത്തിയിരുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു. അന്വേഷണം അവസാനിപ്പിച്ചു, CPM-ഉം BJP-യും തമ്മിൽ ധാരണയായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിൽ അഴിമതിക്കാരായിട്ടുള്ള ഒരാളെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല. അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള ഏത് ആരോപണങ്ങളുണ്ടെങ്കിലും ആ ആരോപണങ്ങൾ പരിപൂർണമായും അന്വേഷിച്ച് അതിന്റെ ഏതറ്റം വരെയും പോയി അന്വേഷിക്കാൻ ഒരു മടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ഇതിലൂടെ. അല്ല, CM-ന്റെ ഓഫീസിൽ ഇപ്പോഴല്ലല്ലോ അന്വേഷണം എത്തിയത്. അന്വേഷണം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അന്വേഷണം എത്തി. അവിടെ പുതുതായിട്ടൊന്നുമില്ല അതിൽ. കാരണം CM-ന്റെ ഓഫീസിന്റെ CM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കർ. ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ വിധേയമായി. അതുകൊണ്ട് ഈ സംഭവത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുതുതായിട്ട് അന്വേഷണ വിധേയമാകുന്നു എന്ന് നിങ്ങളാരും ധരിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്നു മുതൽ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. 6 സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയാലും പിടിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ജോയി ആലുക്കാസിലെ റെയ്ഡ് സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. ആരാണെങ്കിലും ശരി, അതിലിപ്പോ ഇന്നയാള് എന്നുള്ള കണക്കിലൊന്നുമില്ല. ആരാണെങ്കിലും നിങ്ങൾ പറയുന്ന വിവരം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. നിങ്ങൾ പറയുന്ന വിവരമേ ഉള്ളൂ. ആരാണെങ്കിലും ശരി, അങ്ങനെയുള്ള ഏത്
സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നാലും ആ സാമ്പത്തിക ക്രമക്കേടുകൾ അത് അന്വേഷിക്കേണ്ട ഏജൻസികൾ കൃത്യമായിട്ട് അന്വേഷിച്ചിരിക്കും. ലൈഫ് മിഷൻ അഴിമതിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. CM രവീന്ദ്രന്റെ പങ്ക് പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഓഫീസാണ് അഴിമതിക്ക് പിന്നിലെന്ന് വ്യക്തമായെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ CM രവീന്ദ്രന്റെ പങ്കാളിത്തം പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ അഴിമതികളും നടത്തുന്നത് എന്ന് വ്യക്തമായും പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രളയ ദുരിതാശ്വാസ നിധി തട്ടിപ്പിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും റവന്യൂ മന്ത്രിയുടെ ഓഫീസിനുമൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ പങ്കുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. ഇത് പാവപ്പെട്ട ആളുകൾ കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും അങ്ങനെ സ്കൂൾ കുട്ടികളുടെ സഞ്ചയികയിൽ നിന്ന് എടുത്തുമൊക്കെയാണ് കോടിക്കണക്കിന് രൂപയുടെ ഈ ദുരിതാശ്വാസ നിധി ഉണ്ടാക്കിയത്. പാവങ്ങളെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി തടിച്ചു കൊടുക്കുന്ന സമ്പന്നന്മാരായിട്ട് ഭരണകക്ഷി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഗൗരവതരമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഗവർണർ പോര് മുറുകുന്നു. മലയാളം സർവകലാശാല VC നിയമനത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെ പ്രതിനിധിയെ സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടതാണ് വിമർശനത്തിന് കാരണം. മലയാളം സർവകലാശാല VC നിയമനത്തിനായി ഗവർണറെ മറികടന്ന് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. സർക്കാർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെ പ്രതിനിധിയെ വീണ്ടും ആവശ്യപ്പെട്ടതോടെ ഗവർണർ നിലപാട് ഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് നൽകിയ മറുപടി കത്തിൽ രോഷം പ്രകടമാക്കിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. എന്തു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കത്തയച്ചതെന്ന് ഗവർണർ ചോദിക്കുന്നു. UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സർക്കാർ പ്രതിനിധിയെ നൽകിയില്ലെന്നും കത്തിൽ ഗവർണർ ചൂണ്ടിക്കാണിച്ചു. ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശം തള്ളി സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു സർക്കാർ നീക്കം. അതിലേക്ക് ഗവർണറുടെ പ്രതിനിധിയെ നൽകണമെന്നാവശ്യപ്പെട്ട് 2 തവണ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവന് കത്തയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം രാജ്ഭവൻ സെക്രട്ടറി കത്തു നൽകിയത്. ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാൽ അതിന് നിയമപരമായ സാധുതയില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഗവർണർ ചോദിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടനാ ബിൽ നാളെ നിയമസഭയിൽ കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. ഗവർണർ അവതരണാനുമതി നൽകാത്തതിനെ തുടർന്നാണ് തീരുമാനം. ഖജനാവിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ഗവർണറുടെ മുൻകൂർ അനുമതി വേണം. സിൻഡിക്കേറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനായിരുന്നു ബില്ലിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. സിൻഡിക്കേറ്റിൽ പ്രതിപക്ഷത്തെ ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനർഹർ തട്ടിയെടുത്ത കേസിൽ അപേക്ഷകർക്ക് ചട്ടങ്ങൾ മറികടന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ചില ഡോക്ടർമാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാമ്പത്തിക സ്ഥിതി വിജിലൻസ് പരിശോധിക്കുന്നു. സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ ഏജന്റുമാരിൽ നിന്ന് ഇവർ സ്ഥിരമായി കൈക്കൂലി വാങ്ങിയിരുന്നതായാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. അപേക്ഷ നൽകാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നവരെ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും മുന്നിലെത്തിക്കാൻ കണ്ണികൾ പ്രവർത്തിച്ചിരുന്നതായും വിജിലൻസ് സംശയിക്കുന്നു. കൊല്ലം പുനലൂരിൽ 1500 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഡോക്ടറുടെയും ഒരേ ദിവസം 10 സർട്ടിഫിക്കറ്റിലധികം നൽകിയ ഡോക്ടർമാരുടെയും സർട്ടിഫിക്കറ്റുകൾ നൽകിയ വിദഗ്ധരല്ലാത്ത ഡോക്ടർമാരുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. പ്രാഥമിക റിപ്പോർട്ട് എത്രയും വേഗം സർക്കാരിന് കൈമാറാനാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത്. അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം കൈമാറും. അന്തിമ റിപ്പോർട്ടിൽ ഓരോ കേസിലെയും വീഴ്ച കൃത്യമായി പ്രതിപാദിക്കും. വിജിലൻസ് വകുപ്പിന് കൈമാറുന്ന റിപ്പോർട്ട് ആരോഗ്യ റവന്യൂ വകുപ്പുകൾക്ക് തുടർ നടപടികൾക്കായി കൈമാറും. മതിയായ ചികിത്സാരേഖയില്ലാതെയാണ് ചില ഡോക്ടർമാർ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. പല കേസിലും അപേക്ഷകർ നേരിട്ട് ഹാജരായിട്ടില്ല. പകരം ഏജന്റുമാരാണെത്തിയത്. വിദഗ്ധ ഡോക്ടർമാരല്ല പലർക്കും സർട്ടിഫിക്കറ്റ് നൽകിയത്. ഹൃദ്രോഗമുണ്ടെന്നും കിഡ്നി തകരാറിലായെന്നും സർട്ടിഫിക്കറ്റുകൾ നൽകിയത് വിഷയ വിദഗ്ധരല്ലാത്ത ഡോക്ടർമാരാണ്. ഏജന്റുമാർ കൊണ്ടുവരുന്ന അപേക്ഷകൾക്ക് കൂട്ടത്തോടെ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും കണ്ടെത്തി. സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടർമാർ അക്കാര്യം അറിയിച്ച് ക്യാൻവാസിംഗും നടത്തി. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചില ജില്ലകളിൽ അപേക്ഷകരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് 5 പഞ്ചായത്തിലെ വിവാദമായ അപേക്ഷകളിൽ ആരോപണ വിധേയൻ ബ്രീസ് ലാൽ ന്യൂസ് 18നോട് പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും തന്റെ അക്കൌണ്ടിലേക്ക് ഒരു തുകയും വന്നിട്ടില്ലെന്നും ബ്രീസ് ലാൽ പറഞ്ഞു.
താൻ അപേക്ഷ നൽകിയിട്ടില്ല. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ പരിശോധിച്ചില്ലെന്നും ബ്രീസ്ലാൽ ചോദിച്ചു. KTDFCയിൽ നിന്നെടുത്ത വായ്പാ ബാധ്യത തീർക്കാൻ തിരുവനന്തപുരം കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന വ്യാപാര സമുച്ചയങ്ങൾ കൈമാറാൻ KSRTC. വാണിജ്യ സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന KSRTCയുടെ ഭൂമിയാണ് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന് വിട്ടുനൽകുന്നത്. തമ്പാനൂർ, കോഴിക്കോട്, അങ്കമാലി, തിരുവല്ല എന്നീ സ്ഥലങ്ങളിലെ വാണിജ്യ സമുച്ചയങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയാണ് KTDFCക്ക് കൈമാറുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ KSRTCക്ക് നൽകാനുള്ള 500 കോടി തിരിച്ചടയ്ക്കാൻ KTDFC ആവശ്യപ്പെട്ടെങ്കിലും പണമടച്ചില്ല. ഭൂമി ലഭിക്കുന്നതോടെ 100 കോടിയുടെ ആസ്തി KTDFCക്ക് കണക്കാക്കാനാകും. സാമ്പത്തിക ബാധ്യത കാരണം നിക്ഷേപം സ്വീകരിക്കാൻ KTDFCക്ക് റിസർവ് ബാങ്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതിന് പരിഹാരമായാണ് ഭൂമി കൈമാറ്റം. നൽകാനുള്ള തുകയ്ക്ക് പകരമായി വിപണി വില നിശ്ചയിച്ച് കോംപ്ലക്സുകൾ മാത്രമായി കൈമാറാനാണ് ആലോചന. ഡിപ്പോ മൊത്തത്തിൽ കൈമാറില്ല. തമ്പാനൂരിൽ 4.5 ഏക്കർ ഡിപ്പോയിൽ KTDFCയുടെ കെട്ടിടവും അത് സ്ഥിതി ചെയ്യുന്ന 90 സെന്റുമായിരിക്കും കൈമാറുന്നത്. അതേസമയം പുതുക്കിയ കൺസോർഷ്യം വായ്പയിൽ KTDFCയുടെ വിഹിതത്തിൽ 150 കോടി രൂപയിൽ താഴെയാണ് KSRTCക്ക് ഇനി നൽകാനുള്ളത്. ഭൂമി കൈമാറ്റത്തിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകൾക്ക് കടുത്ത പ്രതിഷേധവുമുണ്ട്. KSRTCയെ രക്ഷിക്കാനാണ് KTDFC എന്ന സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ KTDFCയെ കൂടി രക്ഷിച്ചെടുക്കേണ്ട ഗതികേടിലാണ് സർക്കാർ. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. നിർബന്ധിത VRS എന്നത് വ്യാജ വാർത്തയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. അത് LDF സർക്കാരിന്റെ നയമല്ല. മാനേജ്മെന്റ് തലത്തിലോ സർക്കാർ തലത്തിലോ ഇക്കാര്യം ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പാർട്ടിക്കകത്ത് തെറ്റായ പ്രവണതകളുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കളകളുണ്ടെങ്കിൽ പറിച്ചു കളയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇത് PK ശശിയെക്കുറിച്ചാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട എന്നായിരുന്നു മറുപടി. EP ജയരാജന് എപ്പോൾ വേണമെങ്കിലും ജാഥയിൽ പങ്കെടുക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞു. നിയമസഭയിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. ചോദ്യോത്തരവേള വരെയുള്ള നടപടിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ദൃശ്യമാധ്യമ പ്രവർത്തകരെ ഗ്യാലറിയിൽ പ്രവേശിപ്പിക്കുന്നതായിരുന്നു കാലാകാലങ്ങളായുള്ള നിയമസഭയിലെ കീഴ്വഴക്കം. എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത് റദ്ദാക്കിയിരുന്നു. ലോകത്താകെ കോവിഡ് ഭീഷണി ഒഴിയുകയും നിയമസഭയിലെ കോവിഡ് പ്രോട്ടോകോൾ പിൻവലിക്കുകയും ചെയ്ത കാലങ്ങൾ കഴിഞ്ഞിട്ടും മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിച്ചിട്ടില്ല. മാധ്യമ വിലക്ക് അടിയന്തരമായി പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ വീണ്ടും പഴകിയ ഇറച്ചി പിടികൂടി. കുണ്ടന്നൂർ നെട്ടൂരിൽ ഇറച്ചി വിൽപ്പനശാലയിലാണ് പഴകിയ 10 കിലോയോളം ബീഫ് പിടികൂടിയത്. പിടിച്ചെടുത്ത മാംസത്തിന് നിറവ്യത്യാസവും കടുത്ത ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ബീഫ് വാങ്ങിയവർ പഴകിയ ഇറച്ചിയാണെന്ന് തിരിച്ചറിഞ്ഞ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പഴകിയ മാംസം കണ്ടെടുത്തത്. മരട് നഗരസഭയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാറിയാണ് കട പ്രവർത്തിച്ചിരുന്നത്. പരിശോധനയിൽ ഇറച്ചിക്കടയ്ക്ക് ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി. കട താൽക്കാലികമായി അടച്ചു. ഷെരീഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കട. ഇസ്രായേലിൽ കാണാതായ കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ കർഷകൻ ബിജു കുര്യനെ കണ്ടെത്തി. ബിജു കുര്യനെ ഉടൻ നാട്ടിലേക്ക് തിരിച്ചയക്കും. ഈ മാസം 16-നാണ് ബിജു കുര്യനെ കാണാതായത്. ഇസ്രായേലിൽ കൃഷി പഠിക്കാൻ കേരളത്തിൽ നിന്നുള്ള കർഷക സംഘത്തോടൊപ്പം പോയതായിരുന്നു ബിജു കുര്യൻ. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനാണ് സംഘത്തിൽ നിന്ന് ഇയാൾ മുങ്ങിയതെന്നാണ് സൂചന. ബിജു കുര്യൻ വരുന്ന കാര്യത്തിൽ സർക്കാരിന് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കൃഷിമന്ത്രി. നാളെ ഉച്ചയ്ക്ക് എത്തുമെന്ന് ബിജുവിന്റെ സഹോദരൻ വിളിച്ചറിയിച്ചിരുന്നു. ബിജു കുര്യനെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് മുങ്ങിയ ബിജു കുര്യനെ കണ്ടെത്തി തിരിച്ചയച്ചതായി ഔദ്യോഗിക അറിയിപ്പ്. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ് ആണ് ബിജു കുര്യനെ കണ്ടെത്തിയത്. ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറാണ് കൃഷി വകുപ്പ് സെക്രട്ടറിയെ വിവരം അറിയിച്ചത്. ഇന്റർപോളിനെ ഉദ്ധരിച്ചാണ് ഇന്ത്യൻ എംബസി വിവരം കൈമാറിയത്. ഇസ്രായേലി പോലീസ് ഇന്റർപോളിനെ വിവരം അറിയിക്കുകയായിരുന്നു. എൽദോസ് കുന്നപ്പള്ളി MLA വീണ്ടും കുരുക്കിൽ. ബലാത്സംഗ കേസിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്തു. എൽദോസ് കുന്നപ്പള്ളിയിൽ സംസ്ഥാനം വിടരുതെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ. ഇത് ലംഘിച്ചാണ് റായ്പൂരിൽ പരിപാടിയിൽ പങ്കെടുത്തത്. ജാമ്യവ്യവസ്ഥയിൽ കോടതി ഇളവ് നൽകിയിട്ടില്ലെന്ന് MLA തന്നെ സ്ഥിരീകരിച്ചു.
ബലാത്സംഗ കേസിൽ പ്രതിയായ പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നുപള്ളിക്ക് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലെ വിവിധ ജാമ്യ വ്യവസ്ഥകളാണിത്. 2022 ഡിസംബറിലെ ഈ ഉത്തരവിൽ പറയുന്നത് അന്വേഷണം പൂർത്തിയാകും വരെ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടുപോകരുതെന്നാണ്. കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. കോടതിയാകട്ടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവും നൽകിയിട്ടില്ല. പക്ഷേ എംഎൽഎ ഇപ്പോഴുള്ളതാകട്ടെ കോൺഗ്രസ് പ്ലീനറി സമ്മേളനം നടക്കുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിലും. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് സംസ്ഥാനാന്തര യാത്ര നടത്തിയതിന് തെളിവായി പ്രതിപക്ഷ നേതാവിന്റെയും കെപിസിസി അധ്യക്ഷന്റെയും കൂടെ റായ്പൂരിൽ നിൽക്കുന്ന ചിത്രങ്ങൾ എംഎൽഎ തന്നെ സ്വന്തം ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ എംഎൽഎ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിയിട്ടില്ലെന്ന് ആദ്യം സ്ഥിരീകരിച്ച എംഎൽഎ എന്നാൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അപേക്ഷയുടെ പകർപ്പ് ചോദിച്ചെങ്കിലും ലഭിച്ചിട്ടില്ല. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച എംഎൽഎയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതി നൽകിയ യുവതി. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ വരവൂരിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ കതിന പൊട്ടിത്തെറിച്ച് 4 പേർക്ക് പരിക്ക്. ശ്യാംജിത്ത്, രാജേഷ്, ശ്യാംലാൽ, ശബരി എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വരവൂർ പാലക്കൽ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനിടെയാണ് സംഭവം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കുടിവെള്ള പ്രശ്നത്തിൽ മുൻ പ്രിൻസിപ്പൽ എം രമയുടെ വാദങ്ങൾ പൊളിയുന്നു. കോളേജിൽ നിന്ന് ശേഖരിച്ച കുടിവെള്ളം മലിനമെന്ന ലാബ് റിപ്പോർട്ട് പുറത്തുവന്നു. ജല അതോറിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കോളേജിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന രീതിയിൽ കുടിവെള്ള പ്രശ്നമില്ലെന്നായിരുന്നു മുൻ പ്രിൻസിപ്പലിന്റെ വാദം. റിപ്പോർട്ട് പുറത്തുവന്നതോടെ മാപ്പപേക്ഷയുമായി ഡോക്ടർ എം രമ രംഗത്തെത്തി. വിദ്യാർത്ഥികൾക്ക് മാനസിക വിഷമവും കോളേജിന്റെ പ്രതിച്ഛായക്ക് കോട്ടവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം മാപ്പ് പറയുന്നുവെന്ന് രമ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം SFI തനിക്കെതിരെ അപവാദ പ്രചരണം തുടരുന്നെന്നും ആസൂത്രിതമായി ദേഹോപദ്രവമേൽപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തിയെന്നുമാണ് രമയുടെ ആരോപണം. അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസ്. പിന്നാക്ക വിഭാഗങ്ങളുടെ താൽപര്യവും പ്രാതിനിധ്യവും സംരക്ഷിക്കും. OBC ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കും. വനിതാ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുമെന്നും പ്ലീനറി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. സർക്കാരിന്റെ നയങ്ങൾ മൂലമാണ് അദാനി സമ്പന്നനായത്. അദാനിയും മോദിയും ഒന്നാണെന്നും രാഹുൽ വിമർശിച്ചു. ഡിജിറ്റൽ ഇന്ത്യയുടെ ശക്തി രാജ്യത്ത് എല്ലായിടത്തും ദൃശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഞ്ജീവനി ആപ്പ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ആപ്പ് ഉപയോഗിക്കുന്ന ഡോക്ടർമാരെയും ജനങ്ങളെയും അഭിനന്ദിക്കുന്നു. പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുൽവാമയിൽ കശ്മീരി പണ്ഡിറ്റിനെ ഭീകരർ വെടിവെച്ചു കൊന്നു. കശ്മീരി പണ്ഡിറ്റായ സഞ്ജയ് ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. പുൽവാമയിൽ ബാങ്കിന്റെ സെക്യൂരിറ്റി ഗാർഡാണ് സഞ്ജയ് ശർമ്മ. മാർക്കറ്റിലേക്ക് പോകും വഴിയായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വാർത്തയിലേക്ക്. രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനായി മാറുമെന്നതിന്റെ ഉദാഹരണമാണ് തൊടുപുഴയിലെ മധുവിന്റെ ജീവിതം. കിടപ്പാടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വഴികളില്ലാതെ വന്നപ്പോൾ വൃക്കയും കണ്ണും വിൽപ്പനയ്ക്ക് വെച്ച വഴിയോര കച്ചവടക്കാരനാണ് മധു. തന്റെ ഉണ്ടുവണ്ടിയിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഭരണ സംവിധാനങ്ങളോട് തന്നെയാണ്. സ്വന്തമായി കിടപ്പാടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. ഇതോടെ NK മധുവെന്ന സർബത്ത് കച്ചവടക്കാരന്റെ ഉന്തുവണ്ടിയിൽ ഇങ്ങനെയൊരു ഫ്ലെക്സ് ബോർഡ് തൂങ്ങി. അവയവ കച്ചവടം നിരോധിച്ചിട്ടുണ്ടെങ്കിലും പിന്നോട്ടില്ലെന്ന് മധുവിന്റെ നിസ്സഹായത. പോലീസ് പിടിക്കുന്ന പോലീസ്, ജയിലിൽ പോണ ജയിലില്, എന്തിനും നമ്മൾ തയ്യാറാ. ഇതിലും നല്ലത് അങ്ങനെ വല്ലതാണ്. ഈ പണിയെങ്കിലും വഴിയിൽ നിന്ന് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ കഞ്ഞിവെപ്പ് നടക്കുകയില്ല. ഞങ്ങൾ തീർത്തും അവസരമാണ്, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. പിന്നെ മരിക്കുന്നതിന് മുൻപേ ഇപ്പൊ കുറച്ച് നാളുകൂടെ ജീവിക്കാനായിട്ട് ഒരു കണ്ണും ഒരു കിഡ്നി ഉണ്ടെങ്കിലും ജീവിച്ചു പോവാം. കുറച്ച് നാളുകൂടെ അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ പ്രായമായില്ലേ. അതുകൊണ്ട് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുന്നപ്പെട്ട ഞങ്ങൾക്കൊരു വാസ സ്ഥലം കിട്ടണമെന്ന് മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ആരുടെയും കാശൊന്നും നമുക്ക് വേണ്ട. ഭൂപ്രശ്നങ്ങൾക്കിടയിൽ സാധാരണക്കാരൻ നട്ടം തിരിയുന്നതിന്റെ ഉദാഹരണം ഉള്ളുപൊള്ളി ഈ തൊടുപുഴ കരിങ്കുന്നം സ്വദേശി പറയും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മധുവിനും കുടുംബത്തിനും ഭൂമി അനുവദിച്ചിരുന്നു. അന്നു മുതൽ ഈ ഭൂമിക്ക് കരമടയ്ക്കുകയും ചെയ്യുന്നുണ്ട്.
പക്ഷേ സ്ഥലം അളന്നു തിരിച്ചു കിട്ടുന്നതിന് കഴിഞ്ഞ 10 വർഷമായി വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഭാര്യയ്ക്ക് കിടക്കാൻ ഒരു കിടപ്പാടം വേണം. അതിന് സർക്കാരും ഉദ്യോഗസ്ഥരും എല്ലാവരും വഞ്ചിച്ചു. ഇനിയിപ്പോൾ എനിക്ക് സ്വന്തമായിട്ടുള്ളത് എൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളൂ. കണ്ണും കിഡ്നിയൊക്കെ വിറ്റ് കണ്ണോ കിഡ്നിയോ കരൾ മുറിച്ചോ എന്ത് വേണേലും ഞാൻ കൊടുക്കും. എനിക്ക് എൻ്റെ ഭാര്യയ്ക്കൊരു കിടപ്പാടം വേണം. എൻ്റെ പേരിൽ എനിക്കൊന്നും വേണ്ട. എനിക്ക് അവരെ അനാഥമാക്കിയിട്ട് അവരെ കിടത്തിയിട്ടൊന്നും എനിക്ക് മരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതെല്ലാം അപേക്ഷ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നതാണ്. എല്ലാം എവിടെ ചെന്നാലും നാണം കെട്ട് പോരുന്നതല്ലാതെ ഒരു ഗുണവും ഒരിടത്തും ഇല്ല. പിന്നെ ഇനിയിപ്പം ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഞങ്ങൾ അങ്ങനെ ചെയ്യും. നിലവിൽ വാടക വീട്ടിലാണ് മധുവും ഭാര്യ ആലീസും താമസിക്കുന്നത്. ലൈഫ് പദ്ധതിയിലൂടെ വീട് പണിയാമെന്നായിരുന്നു ഇരുവരുടെയും സ്വപ്നം. പക്ഷേ അതും നടന്നില്ല. കിഡ്നിയും കണ്ണും പരസ്യമായി വിൽക്കാൻ വച്ചിരിക്കുന്നത് കണ്ട് പോലീസും വിജിലൻസും രാഷ്ട്രീയ പ്രമുഖരും പരസ്യപ്പലക നീക്കം ചെയ്യിക്കാൻ വന്നിരുന്നു. എന്നാൽ മധുവിന്റെ അവസ്ഥ അറിഞ്ഞതോടെ ഇവരും പിൻവാങ്ങി. ന്യൂസ് 18 ഇടുക്കി. സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന പാലിന്റെ വില സർക്കാർ നൽകാത്തതുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ലയിലെ ക്ഷീരസംഘങ്ങൾ. 2022 നവംബർ മുതൽ സ്കൂളുകൾക്ക് പാൽ നൽകുന്ന ക്ഷീരസംഘങ്ങളാണ് പണം കിട്ടാതെ വെട്ടിലായിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് സ്കൂളുകൾക്ക് പാലിന്റെ പണം നൽകാൻ കഴിയാത്തതിന്റെ കാരണം. പോഷകാഹാരം എന്ന നിലയിലാണ് സ്കൂളുകളിൽ പാൽ വിതരണം ചെയ്യുന്നത്. സ്കൂളുകളിലേക്ക് പാൽ നൽകുന്നത് പ്രാദേശികമായുള്ള ക്ഷീരസംഘങ്ങളും. മലപ്പുറം ജില്ലയിൽ 252 ക്ഷീരസംഘങ്ങളുണ്ട്. ഇതിൽ പകുതിയിലേറെയും ചെറുകിട സംഘങ്ങളാണ്. സ്കൂളുകളിൽ വിതരണം ചെയ്ത പാലിന്റെ വില ലഭിക്കാത്തതിനാൽ ഭൂരിപക്ഷം ക്ഷീരസംഘങ്ങളിലും കർഷകർക്ക് പണം നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. സ്കൂളുകളിലേക്ക് സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതാണ് പാലിന്റെ പണം ലഭ്യമാകുന്നതിന് തടസ്സമായിരിക്കുന്നത്. ഇനിയും അത് ആ രൂപത്തിൽ തുടർന്നു പോയാൽ സംഘങ്ങളെ സ്ഥിതി പരിതാപകരാണ്. ചെയ്ത കർഷകർക്ക് പാൽവില കൊടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ കൊടുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ചെയ്ത കർഷകർ സംഘത്തിൽ പാലടക്കുന്ന അത് നിർത്തുമ്പോൾ വിറ്റ് വേറെ എന്തെങ്കിലും തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് നീങ്ങും. 100 മുതൽ 200 ലിറ്റർ വരെ പാലളവുള്ള സംഘങ്ങളിൽ നിന്നും സ്കൂളുകളിലേക്ക് വലിയ തോതിൽ പാൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ വില ലഭിച്ചാലേ കർഷകർക്ക് യഥാസമയം പണം നൽകാനാകൂ. 10 ദിവസം കൂടുമ്പോൾ ക്ഷീര കർഷകർക്ക് പണം നൽകി വരുന്ന പതിവ് മുടക്കാതിരിക്കാൻ ക്ഷീര സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ നെട്ടോട്ടമോടുകയാണ്. ലക്ഷങ്ങൾ വരെ കുടിശ്ശികയായിട്ടുള്ള ക്ഷീരസംഘങ്ങളും ജില്ലയിലുണ്ട്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പണം കടം വാങ്ങിയും ആഭരണങ്ങൾ പണയം വെച്ചും എത്ര നാൾ പാലിന്റെ പണം നൽകാൻ കഴിയുമെന്ന ചോദ്യത്തിന് സർക്കാരാണ് മറുപടി പറയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. അപൂർവ രോഗത്തിന്റെ പിടിയിലായ കുരുന്നുകൾക്കായി MLAയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം തേടുന്നു. CAH എന്ന അപൂർവ രോഗത്തിന്റെ പിടിയിലായ കുരുന്ന് സഹോദരങ്ങളുടെ ചികിത്സാ ചെലവിന് പാലാ MLA മാണി സി കാപ്പന്റെ നേതൃത്വത്തിലാണ് സഹായം തേടുന്നത്. ജീവിതകാലം മുഴുവൻ ചികിത്സ വേണ്ട ജനിതക രോഗത്തിനാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. പാലാ കൊഴുവനാൽ സ്വദേശികളായ ദമ്പതിമാരുടെ 7ഉം 3ഉം വയസ്സുള്ള 2 മക്കളാണ് അപൂർവ രോഗത്തിന്റെ പിടിയിലായത്. CAH എന്ന ജനിതക രോഗം ഇവരുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കി. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പരിചരണം വേണ്ടതിനാൽ മാതാപിതാക്കൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. ഇതോടെയാണ് MLAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ കൂടി സഹായത്തോടെ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി സഹായം തേടുന്നത്. രണ്ടുപേരും ഹസ്ബൻഡും വൈഫും നഴ്സുമാരായിട്ട് ഡൽഹി ജോലി ചെയ്തിരുന്നതാണ്. തിരിച്ചിപ്പോൾ ഒരു വരുമാനവും ഇല്ല. ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോലും കഴിയുന്നില്ല. അതും പുറത്തുനിന്ന് മേടിച്ച് ചിലവ് കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ പെരയും പറമ്പും വരെ പണയത്തിലാണ്. ഈ കാര്യം പറഞ്ഞപ്പം ഇതിലൊരു അവസ്ഥ നമുക്കാണ് ഉണ്ടായെങ്കിൽ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 22-ാം തീയതി ഞാൻ കത്ത് കൊടുത്താണ് 2022. പക്ഷെ നാളിതുവരെ ഒരു സഹായം ഒരിടത്തും കിട്ടിയിട്ടില്ല. കുടുംബത്തിന് വേണ്ട സഹായം നൽകണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. സങ്കീർണമായ രോഗാവസ്ഥ കണ്ട കോടതി ഇടപെട്ടെങ്കിലും സ്ഥിരം സഹായം വേണ്ടതിനാൽ നടപടികൾ ഒന്നുമായില്ല. 8 വർഷമായി കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ഉള്ളതാണ്. സോൾട്ട് വേസ്റ്റിംഗ് കഞ്ചനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറയും. സോഡിയം പൊട്ടാസ്യം വേരിയേഷൻ വരുന്നതാണ് അസുഖം. പിന്നെ അതിൻ്റെ 90% ഓട്ടിസവും കൂടി ഉണ്ട് മൂത്ത മോന്. രണ്ടാമത്തെ കുട്ടിക്ക് ഈ അപൂർവ രോഗമായ സോൾട്ട് വേസ്റ്റിംഗ് കഞ്ചനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ മാത്രമേ ഉള്ളൂ.
ചികിത്സയെന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് തെറാപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ മാസവും നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ശാശ്വതമായ ഒരു പരിഹാരമൊന്നുമില്ല. ഏകദേശം 50,000 രൂപയോളം ചിലവ് വരുന്നതാണ്. ഇല്ല, അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇവർ പറയുന്നത് ഉണ്ടെന്നാണ്. പക്ഷേ ഇന്നേ വരെ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. കൊഴുവനാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി കുഞ്ഞുങ്ങൾക്കായി സഹായം തേടുന്നത്. ന്യൂസ് 18 കോട്ടയം. സ്വർണ്ണമാല നഷ്ടപ്പെട്ട സങ്കടത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിലിരുന്ന് കരഞ്ഞ വയോധികയ്ക്ക് പുതിയ മാല സമ്മാനിച്ച് സ്വർണ്ണാഭരണ വ്യാപാരി. മലപ്പുറം വൈരങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവം കണ്ട് മടങ്ങുമ്പോഴാണ് തിരൂർ പച്ചാട്ടിരി സ്വദേശിയായ ചക്കിയുടെ മാല ആരോ കവർന്നത്. വിവരമറിഞ്ഞ സ്വർണ്ണ വ്യാപാരിയായ ഫൈസലാണ് വീട്ടിലെത്തി മാല സമ്മാനിച്ചത്. ഞാൻ വഴുത്തിലേക്ക് കയറി, അപ്പൊ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, ഇങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പൊ ഞാൻ കവുത്തുണ്ട് വലിയേക്ക്, ഞാൻ എന്റെ ചെയിന് പൊട്ടിയോ എന്നറിഞ്ഞ് അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്റെ ചെയിന് പൊട്ടി ഒരു 3.5 വലത് വീണ് എന്റെ മാലം വെള്ളത്. വലിയ ചെയിനാണ്, 1.5 പവന്. 2 മാസത്തിന് കുറച്ചുള്ളൂ. ഞാനും മാപ്പിളാരെ വരി കഞ്ചോണ്ട് കൈക്കോട്ട് കൊത്തിയിട്ട് കുടുംബത്തേക്ക് ഒരു ചെയിനിടാൻ പോയിക്കൊണ്ട് പച്ചാട്ടിരി സ്വദേശി ചക്കി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആഗ്രഹിച്ചു വാങ്ങിയ സ്വർണമാല ഇട്ട് കൊതി തീരും മുൻപാണ് ആരോ കവർന്നത്. വൈരങ്കോട് ഉത്സവം കണ്ടു മടങ്ങുന്നതിനിടെയാണ് ചക്കിക്ക് ബസ്സിൽ വെച്ച് മാല നഷ്ടമായത്. മാല പോയതറിഞ്ഞ ചക്കി ബഹളം വെച്ചതോടെ യാത്രക്കാരുമായി ബസ് പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി. എന്നാൽ ആഭരണം കണ്ടെത്താനായില്ല. 2 പവന്റെ സ്വർണമാല കള്ളനെടുത്ത മനോവിഷമത്തിൽ ചക്കി പോലീസ് സ്റ്റേഷന്റെ മുന്നിലിരുന്ന് കരച്ചിൽ തുടങ്ങി. ഈ സങ്കടമറിഞ്ഞാണ് തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാരിയായ ഫൈസൽ ചക്കിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയത്. കയ്യിൽ ചക്കിക്ക് സമ്മാനമായി 2 പവൻ സ്വർണമാലയുമുണ്ടായിരുന്നു. സ്വർണമാല ഇടാനുള്ള ആഗ്രഹം കൊണ്ട് പണം കൂട്ടിവച്ചാണ് മാല വാങ്ങിയതെന്നു പറഞ്ഞു കരഞ്ഞ ചക്കിക്ക് നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയില്ലെങ്കിലും അതേ തൂക്കത്തിൽ തന്നെയാണ് ഫൈസൽ സ്വർണമാല സമ്മാനിച്ചത്. നഷ്ടമായ മാല കണ്ടെടുക്കാൻ തിരൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചക്കിക്ക് മാല സമ്മാനിച്ച ഫൈസലിനെ നിരവധി പേർ അഭിനന്ദിച്ചു. ന്യൂസ് 18 തിരൂർ. ശബരിമല ഇടത്താവളത്തിനായി എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ മരങ്ങൾ മുറിക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് തടയിട്ട് ഹൈക്കോടതി. പൊതുപ്രവർത്തകനായ അഭിഭാഷകൻ ശങ്കുറ്റി ദാസ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി എടുത്തത്. കഴിഞ്ഞ ദിവസം ക്ഷേത്രാചാര സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ സംരക്ഷണ വലയം തീർത്തു. എടപ്പാൾ ദക്ഷിണാമൂർത്തി ക്ഷേത്ര പരിസരത്ത് ശബരിമല ഇടത്താവളം നിർമ്മിക്കാനാണ് മലബാർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്ര പരിസരത്തുള്ള ആലും പാലയുമടക്കം 187 മരങ്ങൾ മുറിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങിയത്. ഈ നീക്കത്തിനെതിരെ യോഗക്ഷേമ സഭയടക്കമുള്ള നിരവധി സംഘടനകളും വിശ്വാസി സമൂഹവും രംഗത്തു വന്നു. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് സമർപ്പിച്ച ഹർജിയിൽ കോടതി ഇടപെട്ടതോടെ മരം മുറിക്കാനുള്ള നടപടികൾ മലബാർ ദേവസ്വം ബോർഡ് താൽക്കാലികമായി മാറ്റിവെച്ചു. തിങ്കളാഴ്ച നടത്താനിരുന്ന ലേലം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് മാറ്റിവെച്ചത്. ശുഗപുരത്ത് ശബരിമല ഇടത്താവളം നിർമ്മിക്കാനുള്ള ദേവസ്വം ബോർഡ് നീക്കത്തിനെതിരെ ദക്ഷിണാമൂർത്തി ക്ഷേത്ര ആചാര സംരക്ഷണ സമിതി ക്ഷേത്ര സംരക്ഷണ വലയം തീർത്താണ് പ്രതിഷേധം അറിയിച്ചത്. മരമുറി ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ശുഗപുര ക്ഷേത്രത്തിന്റെ ശ്രീ ശിവ ബ്രഹ്മശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനാവശ്യമായ ഇടപെടലുണ്ടായാൽ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിയും മരിക്കാൻ തയ്യാറാകും എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് ഞാൻ ചുമ്മാ നിങ്ങളെ പൊക്കി പറയാൻ പറഞ്ഞതല്ല. അത്രയ്ക്ക് വൈശിഷ്ട്യമുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും നല്ല നിശ്ചയം. എടപ്പാൾ ടൗണിൽ നിന്നും 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റുന്ന റോഡ് പോലുമില്ല. ശബരിമലയിലേക്ക് ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർ ഭൂരിഭാഗവും വലിയ വാഹനങ്ങളാണ് എത്തുക. അവർക്കൊന്നും എത്താൻ പോലും പറ്റാത്തിടത്ത് 10 കോടി രൂപ ചെലവിൽ ഇടത്താവളം നിർമ്മിക്കുന്നത് തന്നെ അനാവശ്യമാണെന്നാണ് ആരോപണം. ഇതിനെ പിൻപറ്റിയാണ് ശബരിമല ഇടത്താവളം മുൻനിർത്തിയാണ് മരം മുറിക്കാനുള്ള നീക്കവും നടന്നത്. ശുഗപുരം ക്ഷേത്ര ചുറ്റുമതിലിന്റെ അപ്പുറത്ത് 100 കണക്കിന് ഭക്തർ ദീപം തെളിയിച്ചെന്നാണ് പ്രതിഷേധ വലയം തീർത്തത്. ന്യൂസ് 18 തിരൂർ.
മമ്മൂട്ടിയെ നായകനാക്കി റോബി വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കണ്ണൂർ സ്ക്വാഡിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പോസ്റ്റർ പുറത്തിറക്കിയത്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബേപ്പൂരിന്റെ ഉരു നിർമ്മാണ പാരമ്പര്യം ഇനി സിനിമയിലും. ഉരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബേപ്പൂരിന്റെ സാമൂഹ്യ ജീവിതം പറയുന്ന സിനിമ മാർച്ച് 3-ന് തിയേറ്ററുകളിലെത്തും. ചിത്രത്തിലെ ഉരുപ്പാട്ട് രൂപപ്പെട്ട കഥ പറയുന്നു എഴുത്തുകാരനും ഗായകനുമായ ഗിരീഷ് ആംബ്ര. പൊങ്ങട്ടങ്ങനെ പൊങ്ങട്ടെ പുത്തനൊരു പൊങ്ങട്ടെ. ബേപ്പൂർ ഉരുവിന്റെ കടൽ കടന്ന പെരുമ വെള്ളിത്തിരയിലേക്കും എത്തുകയാണ്. ഉരു നിർമ്മാണവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബേപ്പൂരിന്റെ സാമൂഹ്യ ജീവിതം തന്നെയാണ് EM അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഉരുവിന്റെ പ്രമേയം. നിർമ്മാണം കഴിഞ്ഞ ഉരു നീറ്റിലിറക്കുമ്പോൾ ഖലാസികൾ പാടുന്ന പാട്ടുണ്ട്. പൊങ്ങട്ടങ്ങനെ പൊങ്ങട്ടെ പുത്തനൊരു പൊങ്ങട്ടെ, പൊങ്ങട്ടങ്ങനെ പൊങ്ങട്ടെ പുത്തനൊരു പൊങ്ങട്ടെ. ഒരു നീറ്റിറക്കുന്ന ഒരു താളം കടമെടുത്തുകൊണ്ട് ആ താളത്തെ വായ്ത്തേരെ ഞാനൊന്ന് ഗാനാത്മകമാക്കി മാറ്റിയെന്നുള്ളൂ. ട്രഡീഷണലായിട്ടുള്ള മൂല്യം അവിടെ തന്നെയുണ്ട്. അപ്പോൾ അതിൽ വരികളും ആ സമയത്ത് ഒരു സമൂഹത്തിൻ്റെ സൗഹാർദ്ദമാണ് ഒരു നീറ്റിലിറക്കുമ്പോഴുള്ള ഒരുവിൻ്റെ വർക്കൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. ഒരു മതസൗഹാർദ്ദം തന്നെ അതിൽ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെക്കുമ്പോൾ എന്നിൽ പെട്ടെന്ന് ഒരു മാനവികമായിട്ടുള്ള ബോധം വരികളിലേക്ക് ഞാൻ ആവാഹിക്കാൻ ശ്രമിച്ചു. അധ്വാനത്തിൻ്റെ താളം ആവാഹിക്കാൻ ശ്രമിച്ചു. വളരെ നാട്ടുപദങ്ങൾ പ്രയോഗിക്കാനും ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെയാണത് പാട്ടുണ്ടാകുന്നത്. 11 മിനിറ്റോട് പാട്ട് എഴുതി പാടിക്കൊടുത്തു എന്നുള്ളതാണ്. കല്ലായിക്കോയ കൈവക്ക് നല്ലളം ബക്കറും കൈവക്ക്, കല്ലായിക്കോയ കൈവക്ക് നല്ലളം ബക്കറും കൈവക്ക്, നീങ്ങട്ടെങ്ങനെ നീങ്ങട്ടെ ഉരുവും കപ്പലും നീങ്ങട്ടെ. നാടിന്റെ ആഘോഷമാണ് ഒരു നീറ്റിലിറക്കൽ. അവിടെ ജാതിയോ മതമോ ഇല്ല. അധ്വാനവും സന്തോഷവും കൂടിച്ചേരലും ആ സൗഹാർദ്ദവും ഒക്കെ ഈ സിനിമയിലെ ഈ നാടൻ പാട്ടിലും ഒരേപോലെ ഇഴുകിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു നല്ല സിനിമയുടെ കലാമൂല്യമുള്ള ജീവിതഗന്ധിയായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നീലക്കടൽ തിരകൾ കീറി നീന്തി കയറി പായട്ടെ, മാനത്തോളം നീലട്ടങ്ങനെ ഉരുവറക്കണ പാട്ടോളം, തന്താനാനേ താനാനേ തന്താനാനേ താനാനേ ഉരുവിന്റെ ഒപ്പം പാറട്ടങ്ങനെ ബേപ്പൂരിന്റെ കമത്തം. ഖലാസികളുടെ ഈണം കടൽക്കാറ്റിനൊപ്പം ചേരുന്നു. അറബിപ്പൊന്നും തേടി പോകാം അലകടലേ വഴി തരൂ, അറബിപ്പൊന്നും തേടി പോകാം അലകടലേ വഴി തരൂ. മാമുക്കോയ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മാർച്ച് 3-ന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ കല്ലേറ്റുംകര ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടയിരുത്തിയ ഇരിഞ്ഞാടപ്പള്ളി രാമനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി. ലക്ഷണമൊത്ത കൊമ്പനായ രാമന് ഏറെ പ്രത്യേകതകളുണ്ട്. പത്തര ഉയരം, 800 കിലോ ഭാരം, 4 ആളെ പുറത്തേറ്റും, നിലം മുട്ടുന്ന തുമ്പിക്കൈ, വളഞ്ഞ കൊമ്പുകൾ, ചെവിയാട്ടി തലപ്പൊക്കം കാട്ടിയുള്ള നിൽപ്പ്. എന്നാൽ ഏതു കുട്ടിക്കും പാപ്പാനില്ലാത്തപ്പോഴും അടുത്തു ചെല്ലാം. പിണ്ടമിട്ടോ മൂത്രമൊഴിച്ചോ ഒരിടവും വൃത്തികേടാക്കില്ല. ഒരു കൂട്ടം ഭക്തരുടെ സംഭാവനയാണ് ഈ കൊമ്പൻ. ഇടയ്ക്കിടെ ഇടയില്ല. എഴുന്നള്ളിപ്പിന് അനുമതി വേണ്ട. മറ്റു നടപടിക്രമങ്ങളൊന്നും വേണ്ട. റോബോട്ടിക് കൊമ്പൻ ഭക്തിക്കോ ആചാരങ്ങൾക്കോ തടസ്സമാകില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ അഭിപ്രായം. കേരളത്തിലെ ഏറ്റവും പൊക്കമുള്ള ആന 10 അടിയിൽ താഴെയാണ്. പിന്നെ ഏകദേശം 11 അടിയോളം ഉയരവും ഉണ്ട്. 4 ആള് കയറി എഴുന്നള്ളിപ്പ് നടത്താനുള്ള സംവിധാനവും ഉണ്ട്. നീക്കി കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഏറ്റവും സേഫായതും ലാഭകരമായിട്ടുള്ളതും ഈ ആനയാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതിയിലേക്ക് മാറാൻ കാരണം. 5 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. വൈദ്യുതിയിലാണ് തലയും കണ്ണുകളും വായയും ചെവിയും വാലുമെല്ലാം പ്രവർത്തിക്കുന്നത്. ഇരുമ്പുകൊണ്ടുള്ള ചട്ടക്കൂടിന് പുറത്ത് റബ്ബർ ഉപയോഗിച്ചാണ് നിർമ്മാണം. 5 മോട്ടോറുകളാണ് റോബോട്ട് ആനയെ ചലിപ്പിക്കുന്നത്. തുമ്പിക്കൈ ഒഴികെ മറ്റുള്ളവയെല്ലാം മോട്ടോറിലാണ്.
തുമ്പിക്കൈ പാപ്പാന് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലാണ്. സ്വിച്ചിട്ടാൽ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ചീറ്റും. ദുബായ് ഉത്സവത്തിന് റോബോട്ടിക് ഗജവീരന്മാരെ ഒരുക്കിയ ചാലക്കുടി പോട്ടയിലെ ഫോർഹി ആർട്സിലെ ശില്പികളായ പ്രശാന്ത്, ജിനേഷ്, റോബിൻ, സാൻഡോ എന്നിവരാണ് റോബോട്ടിന്റെ ശില്പികൾ. ന്യൂസ് 18 തൃശൂർ.